ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മഴ വന്നപ്പോൾ എനിക്ക് ഏകദേശം നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഒത്തിരി ഗപ്പീസൊക്കെ നമ്മളതിന് മിസ്സായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മഴ വെള്ളം നിറഞ്ഞ് പോകുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിലൊക്കെ കുറച്ച് മീനുണ്ട്, അതൊക്കെ വലിയ കുഴപ്പമില്ല കിടപ്പുണ്ട്. കൊക്ക് വന്ന് കൊണ്ടുപോകുന്നതിൻ്റെ അപ്പുറമാണ് ഈ മഴ വന്നപ്പോൾ എനിക്ക് ഉണ്ടായ നഷ്ടം. ഓക്കെ, അപ്പോൾ ഇതാ കാണിച്ചില്ല. മെയിനായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഞാനിതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കുകയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊരു ദിവസം ഞാൻ ഇതിൻ്റെ കറക്റ്റ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഇവിടെ ഇരുന്ന മീനിൻ്റെ പുറത്തൂടെ ഇതിലിരുന്ന വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് വീഴുകയുണ്ടായി. അപ്പോൾ ഇതിലിടുന്ന മീനുകളെല്ലാം ഡെഡായി പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 10 മീൻ അടുപ്പിച്ചുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത്രയും മീൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതൊരു ഏകദേശം ഒരു കൂടിയ എമൗണ്ടുള്ള ഫിഷായിരുന്നു. ഏകദേശം 1000 രൂപ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ കേസ്. പിന്നെ അതുപോലെ ഞാൻ അവിടെ വന്നിട്ടിട്ടുള്ളതിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. 2 എലി ചത്തി കിടക്കുകയാണ്. സോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം. ഈ എലികൾ കാരണം ഭയങ്കര കഷ്ടമാണ്. ഈ എലികൾ വന്ന് മര്യാദയ്ക്ക് പൊക്കൂടാ. അതിന് വന്ന് കിടന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ചാടി പടച്ച് ചാവക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. ഓക്കെ, അതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ മീൻ വളർത്തുമ്പോൾ എനിക്കിപ്പം വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എലിയുടെ പ്രശ്നമാണ്. ഓക്കെ, പിന്നെ കുറച്ചുകൂടെയൊക്കെ വൃത്തിയാക്കണമെന്നുണ്ട്. കാരണം ഈ മഴ കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം വൃത്തിയാക്കണം. ഇപ്പോഴും തന്നെ ഇവിടെ ചൊറിയണം പ്ലാന്റൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതും വേറൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ഉണ്ടാ മഴയൊക്കെ പെയ്ത് ഫുള്ള് കരിയിലെല്ലാം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ഉണ്ട് വെള്ളം നിറഞ്ഞ് ഇതിലൊക്കെ നല്ല ഫിഷ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുമാതിരി ഡാമേജ് ആയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇതും കുഴപ്പമില്ല, കുറച്ചായിട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 ഫാമുണ്ട്. ഇത് എൻ്റെ ഫാമാണ്, നമ്മൾ ഡയറക്റ്റ് ഉള്ളത്. പിന്നെ അതുപോലെ എൻ്റെ തന്നെ അപ്പൂപ്പൻ ചെയ്യുന്ന ഫാമുണ്ട്. അവിടെ വലിയ കുഴപ്പമില്ല, ഫിഷൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു ചേട്ടനും കൂടെ ചെയ്യണം. നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ചാണ് നമുക്കിത് വരുന്നത്, നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും. അപ്പൂപ്പൻ്റെ ഇലക്ക് എല്ലാം നല്ല ക്ലിയറാണ്, അവരുടെ ഇലക്ക് നല്ലതായിട്ടുണ്ട്. നമ്മുടെ ഫിഷൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ ഫിഷൊക്കെ മേടിച്ചോളുക. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ മഴ സമയത്ത് നിങ്ങൾ മാക്സിമം നമുക്ക് മഴവെള്ളം വിടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ ഈ ഒരു ഭാഗത്തിൽ ഇതേ കിടക്കുന്ന പ്ലാന്റ്സിനൊന്നും ഫിഷൊന്നും വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ബിഗ് താങ്ക് യു. ഓക്കെ, ബൈ ബൈ.